സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീട്ടുമുറ്റത്തുണ്ടായിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് കാണിക്കാൻ പോയിരിക്കുന്നത്. ഏകദേശം നമുക്കിപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ആഗസ്റ്റ് മാസം ജൂൺ തൊട്ട് ആഗസ്റ്റ് വരെ, ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ ഒരു കാലഘട്ടമാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പും കാര്യം. നമ്മുടെ ഇതിപ്പോൾ ഒരു പറിക്കാറായി, ഏകദേശം ഒരു പറിക്കാൻ ടൈമായ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത്. നമുക്ക് നമ്മളൊരു ജനുവരി മാസത്തോടു കൂടി ഇതിന് നല്ലപോലെ വളമൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഫലം കിട്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു റെഡ് കളറായിട്ടുണ്ട്. ഈ റെഡ് കളറായി കഴിഞ്ഞാൽ ഉടനെ നമുക്കത് പറിച്ചെടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെയൊക്കെ മുള്ളിലൊക്കെ ചെറിയ ചെറിയ ഡാമേജ്, അതായത് ചെറിയ കുത്തുകുത്തുകളൊക്കെ വരും. അത് നമുക്ക് സാഫൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിപ്പോൾ നമ്മളിത് പൂ വിരിയുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടോ ഇതിലൊക്കെ പൂ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് അടുത്ത ഡ്രാഗൺ ഫ്രൂട്ടിന് പൂ കായ്ക്കാനായിട്ട് പൂ ഇടാനായിട്ട് മുട്ട് വിരിഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ജൂൺ തൊട്ട് ഒരു ആഗസ്റ്റ് മാസം അവസാനം വരെ ഇത് ഇങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇതിന് നല്ല വെയിൽ അത്യാവശ്യമാണ് ഇത് കായ്ക്കുന്നതിന്. പിന്നെ ഇതൊരു കാലിലൊരു ടയറിൽ റൗണ്ട് കറക്കി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇടയ്ക്ക് റൗണ്ട് ബ്രൂൺ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഈ സൈഡ് വശം നല്ല ക്ലിയറായിട്ട്, അപ്പോൾ നല്ല ഷേപ്പിൽ ഇത് നല്ലപോലെ പിടിച്ചോളും. പിന്നെ ഏകദേശം ഒരു ചാണകം സ്ലറി, അതായത് ഇതിന് ഒരു സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് കായ്ക്കും. ഇതിപ്പോൾ ഏകദേശം പറിക്കാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഏകദേശം ഒരു നല്ല വലിപ്പത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതല്ലാതെ നമ്മൾ പറിക്കാൻ ടൈമായിരിക്കുന്ന ഒരു ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഏകദേശം ഒരു നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട്സ് തന്നെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിന് നല്ല വെയിൽ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ ഇതിന് വെയിലാണ് ഇതിന് ഫലം ഏറ്റവും കൂടുതൽ തരുന്നത്. ഫലം കായ്ക്കാനായിട്ട് നല്ല വെയിലുള്ള പ്രാവശ്യം വെള്ളം കുറവായിരിക്കണം. മേഖല പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇത് ഏകദേശം ഒരു കഴിക്കാൻ പരുവമായ ഒരു ഫ്രൂട്ട്സാണ്. ഇതിനു മുമ്പ് ഇതിൻ്റെ വളങ്ങളെപ്പറ്റിയുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ന്യൂ വീഡിയോ വരുന്നുണ്ട് വളത്തിൻ്റെയൊക്കെ. അത് നെക്സ്റ്റ് വീക്ക് ഉടൻ ഇടുന്നതായിരിക്കും. ഇപ്പം ഏകദേശം ഒരു 3-4 ഇപ്പോൾ നമുക്കൊരു 3 കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ കാ വന്നുകൊണ്ടേയിരിക്കും ഒരു ആഗസ്റ്റ് മാസം വരെ. പിന്നെ വെള്ളം കുറവ് മതി ഇതിന്. വെള്ളം കൊടുക്കുകയേ വേണ്ട. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. ചെറിയൊരു നനവൊക്കെ മതി ഇതിന് വളർന്ന് വരാനായിട്ട്. അത്യാവശ്യം വെട്ടം, അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ അനിവാര്യം.